അസാധാരണ സംഭവം എന്നത് ഒരാൾ വലിയാണെന്നതിന് തെളിവല്ല. ബഹുമാനപ്പെട്ട ശൈഖുന യഥാർത്ഥ വലിയാണ്. ആ വിലായത്തിന്റെ ഈ പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും അവിടുത്തെ ജീവിതത്തിലുണ്ട്. وصرف إلى الطاعات وقتك كله لا تترك وقتا سدى متساهلا. നിന്റെ ഓരോ സമയവും ഇബാദത്തിലായി നീ ചെലവഴിക്കണം. എങ്ങനെയാണ് ഇബാദത്തിൽ ചെലവഴിക്കേണ്ടത്? നിയ്യത്ത് വെച്ചുകൊണ്ട് നിന്റെ ഓരോ കർമ്മങ്ങളും ഇബാദത്താക്കാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മളിവിടെ വന്നത്, നമ്മളിവിടെ പങ്കെടുക്കുന്നത് ഐനുന്നൂർ മജ്ലിസിൽ, ഇതാ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. ഈ ഇരിക്കുന്നവരെല്ലാം അതേ ഞാൻ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മജ്ലിസിലാണ് ഇരിക്കുന്നത്. അവരുടെ പൊരുത്തം കിട്ടാനാണ് ഇരിക്കുന്നത്, അവരുടെ മഹത്വം അറിയാനാണ് ഇരിക്കുന്നത് എന്ന നിയ്യത്ത് വെച്ച് അവരുടെ കൂടെ, അവരെ സ്നേഹിച്ച്, അവരെ മഹബ്ബത്ത് വെച്ച് അവരുടെ കൂടെ പോകാൻ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു മജ്ലിസിൽ ഇരുന്നാൽ ആയിരിക്കുന്ന സമയം മുഴുവനും ഇബാദത്താണ്. അതേ ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരെ, നിങ്ങളെ ജോലിക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ നിയ്യത്ത് വെക്കേണ്ടത് എന്താണ്? ഞാൻ എൻ്റെ മക്കളെ പോറ്റാൻ, എൻ്റെ ഭാര്യയെ പോറ്റാൻ, എൻ്റെ ഉമ്മയെ ബാപ്പയെ പോറ്റാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കാനാണ് ഞാൻ പോകുന്നത്. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങുന്നവൻ ഓരോ കല്ലെടുത്ത് പടവ് നടത്തുമ്പോ, ഓരോ സിമന്റ് കൊഴുക്കുമ്പോ, ഓരോ കല്ല് ചുമക്കുമ്പോ അള്ളാഹു ഓരോ ചുമടിനും അവന് പ്രതിഫലം നൽകുന്നു. കാരണം നിയ്യത്തനുസരിച്ചാണ്. അപ്പൊ ഇവരൊക്കെ ഇൽമിലായി ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന വലിയ ആഗ്രഹമാണ് അവരുടെ ജീവിതത്തിലുടനീളമുള്ളത്. ഔലിയാക്കൾ പലതരത്തിലുണ്ട്, ഔലിയാക്കൾ പല വിധത്തിലുണ്ട്. ചിലർ എല്ലാവരിൽ നിന്നും മാറി നിന്ന് ജീവിക്കുന്നവരുണ്ട്. ചില ആളുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്നവരുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പരിഹാരങ്ങളും നൽകുന്നവരുണ്ട്. മഹാനായ CM ശൈഖ് അവറുകൾ അവര് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ സങ്കടങ്ങളും കേട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത മഹാനാണ്. അസാധാരണ സംഭവങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന ആദരവാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് അൽ കറാമത്തുൽ ഹഖീഖിയ്യ. യഥാർത്ഥ കറാമത്ത് എന്ന് പറയുന്നത് അൽ ഇസ്തിഖാമ. ഇൽമു പഠിച്ച് അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് അത് യഥാർത്ഥ കറാമത്താകുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ മഹാനവറുകൾ പറഞ്ഞു, ഇന്നല്ലദി ഇസ്തഖറ ഇൻദൽ ആമ്മ, സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വെപ്പുണ്ട്. എന്താ വെപ്പ്? അന്ന ഖർഖൽ ആദത്തി യദുല്ലു അലാ മൻ വഖഅലഹു ദാലിക മിൻ ഔലിയാഇല്ലാഹി തആല. എന്തോ അത്ഭുതം കാണുമ്പോഴേക്ക് അവൻ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ടവനാണ് എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. മഹാനവർ പറയണം വഹുവ വലത്തുൻ, അത് പിഴച്ചതാണ്, അങ്ങനെ പാടില്ല. മഹാനവർ പറയാണ് ഫൈനൽ ഖാരിഖ, അത്ഭുത സംഭവങ്ങൾ ഖദ് യദ്ഹറു അലാ യദിൽ മുബ്തിലി മിൻ സാഹിരിൻ വകാഹിനിൻ വറാഹിബിൻ, ജാലവിദ്യക്കാരിൽ നിന്നും അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവാം.
അപ്പൊ പിന്നെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വലിയാണ് എന്ന് നോക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? അനവർ പറയാണ് അതിന്റെ മാനദണ്ഡം ആ മനുഷ്യന്റെ ജീവിതം പരിശോധിക്കണം. ഇന്ന് മാനവറുകളുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് പറഞ്ഞ്, ഇഫായി ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് പല ആളുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ഉസ്താദുമാർ ഇതിനെ മുന്നറിയിപ്പ് തരുമ്പോ നമ്മുടെ ഉസ്താദുമാരുടെ പിറകിൽ നിൽക്കലാണ് നമ്മുടെ ബുദ്ധി. കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല, അത് തിരിച്ചറിയാനുള്ള ഒരു ബോധവും ഇൽമും നമുക്കില്ല. മാനവർ പറയാണ് ശറഇന്റെ നിയമങ്ങൾ അപ്പടി ജീവിതത്തിൽ പകർത്തുന്നവരാണോ, വന്നവാഹി വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങള്, ഹറാമാണെന്ന് പറഞ്ഞ കാര്യങ്ങള്, പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങള് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരാണോ, അവരിൽ നിന്നാണോ ഈ അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ കാനദാലിക അലാമത്ത വിലായത്തിഹി, അത് അവര് വലിയാണ് എന്നതിന്റെ അടയാളമാണ്. അങ്ങനൊന്നും ഇയാളെ ജീവിതത്തിൽ കാണില്ല. അയാളെല്ലോ ഖറാത്തും ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ ചെയ്യാണ്, എന്നാ ഫലാ അയാള് വലിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു മഹാനായ ഖുത്ബുൽ ആലം നവറല്ലാഹു മർഖദ വഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനവറുകൾ പഠിക്കുന്ന കാലത്ത് പോലും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരെ കൂടെ കൂടിയത്, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരുടെ ചാര നിന്നത്, അവരുടെ ഒപ്പം കൂടിയത്. അതുകൊണ്ടാണ് യഥാർത്ഥ വലിയാണ് മഹാനവറുകൾ. കാരണം ജീവിതത്തിലുടനീളം പരിശോധിച്ചാൽ ഈ ഒരു സൂക്ഷ്മത നമുക്ക് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. അപ്പൊ വിലായത്തിന്റെ അളവുകോല് ഇൽമാണ്, ദീനാണ്, അവരുടെ ചിട്ടയായ ജീവിതം തന്നെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഔലിയാക്കളുടെ നേതാവാണ്. ലൗ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ ഔ യതീറു ഫിൽ ഹവാ, നിങ്ങൾ അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്നതും വെള്ളത്തിലൂടെ നടന്നു പോകുന്നതും നിങ്ങൾ കണ്ടാൽ ഫലാ തഗ്തറു ബിഹി, നിങ്ങൾ അത് കണ്ട് വഞ്ചിതരാകണ്ട. ഹത്താ തൻദുറു ഹാല ഇൻദൽ അംരി വന്നഹി, മറിച്ച് നിങ്ങൾ നോക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപ്പെട്ട് ജീവിക്കുന്നവരാണോ, അള്ളാഹുവിന്റെ വർജനകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കുന്നവരാണോ എങ്കിൽ അവർ ഔലിയാക്കളാണ്. ഈ അത്ഭുത സംഭവങ്ങൾ അവരുടെ അടയാളമാണ്. പഠനകാലത്ത് കറാത്ത് ചെയ്യാതെ, നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴും സംഗതി തലകെട്ട് കെട്ടിയാലും നമ്മൾ സാധാരണ തലകെട്ട് അയച്ചാൽ പിന്നെ നമ്മൾ സാധാരണക്കാരനെ തന്നെയാണല്ലോ, പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ. നമ്മൾ എന്തെല്ലാം അറിയാതെയും അറിഞ്ഞും ചെയ്തിട്ടുണ്ടാവും. മഹാനായ ശൈഖുന ജീവിതകാലത്ത് എന്നല്ല, ആ ചെറിയ കാലത്ത് കറാത്ത് കറാത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനാണ്. അതേ ഹറാമോ ഹലാലോ അല്ലെങ്കിൽ സംശയം തോന്നുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാത്ത മഹാനാണ്. അങ്ങനെയാണ് എല്ലാ മഹാന്മാരും ജീവിച്ചത്. അതാണ് പരിശോധിക്കേണ്ടത്, അല്ലാതെ അത്ഭുതങ്ങൾ മാത്രം കണ്ടിട്ടല്ല. മഹാനായ ശൈഖുനാന്റെ അരികില് ലക്ഷക്കണക്കിനല്ലേ ആളുകൾ വന്നു പോകുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണ്? അവർ യഥാർത്ഥ ഔലിയായിൽപ്പെട്ടവരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, അവരോടൊരു ചോദ്യം വന്നു. ഒരാളൊരു തമ്മാടിയാണ്, അതേസമയം അയാൾ അത്ഭുത സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അയാളെ സ്വീകരിക്കാൻ പറ്റുമോ? അയാളെ ഷഹാദത്ത് സ്വീകരിക്കാൻ പറ്റുമോ? ചോദിച്ചു. അത്ഭുതം കാണിക്കുന്ന തമ്മാടിയുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ? മഹാനവറുകൾ പറഞ്ഞു, ലാ തുഖ്ബലൂ, അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറയാണ്. വഖദ് ഖാല ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ റഅയ്തു സാഹിബ കബീറത്തിൻ യതീറു ഫിൽ ഹവാ, അതേ ഒരു തമ്മാടി അയാൾ ഇങ്ങനെ ഹവയിൽ
ആകാശത്തൂടെ നടക്കുകയാണ്. അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടാൽ ലം അഖ്ബൽഹു, ഞാൻ അവനെ സ്വീകരിക്കില്ല, ഹത്താ യതൂബ മിൻ ബിദ്അതിഹി, അയാളുടെ തമ്മാടിത്തരം ഒഴിവാക്കാതെ. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാ? ബഹുമാനപ്പെട്ട ശൈഖുന യഥാർത്ഥ വലിയാണ്. ആ വിലായത്തിന്റെ ഈ പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും അവിടുത്തെ ജീവിതത്തിലുണ്ട്. മഹാന്മാര് പറയുകയാണ്, കാഫറുകളിൽ നിന്നും തമ്മാടികളിൽ നിന്നും കറാമത്ത് അഥവാ അത്ഭുത സംഭവങ്ങൾ വരാം, അസാധാരണ സംഭവങ്ങൾ വരാം. എന്നിട്ട് ഉദാഹരണം പറയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, കസ്സാമിരി, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം പോറ്റിയ ഒരാളുണ്ട് സാമിരിയെ. ആ സാമിരിയെ മഹാനവറുകളുടെ കുതിരയുടെ കുളമ്പ് തട്ടിയ സ്ഥലം, ആ സ്ഥലങ്ങളൊക്കെ മുളച്ചു പൊന്തുന്ന വലിയ അത്ഭുത മണ്ണായി മാറുന്നത് കണ്ടപ്പോ ഈ സാമിരിയാകുന്ന കാഫിർ ആ മണ്ണ് അല്പം എടുത്തു വെച്ചു, പാത്തു വെച്ചു. മഹാനായ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രന്ഥം വാങ്ങാൻ പോയപ്പോ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മണ്ണിട്ടപ്പോൾ ആ പശുക്കുട്ടി ശബ്ദിച്ചു. ആൾക്കാർ ഇതൊക്കെ വലിയ കറാമത്തായി കണ്ടു. അങ്ങനെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു നോക്കുമ്പോ എല്ലാവരും അതിനെ ആരാധിക്കുകയാണ്. കാരണം എന്താ? അതൊരു അത്ഭുതല്ലേ. എന്നിട്ട് മഹാനവർ പറയാണ്, സാമിരീനെ പോലെ ഫഇന്നഹു റഅ ഫർസ് ജിബ്രീല ഹത്താ അഖദ മിൻ തുറാബി ഹാഫിരിഹാ വജഅലഹു ഫിൽ ഇജ്ലി ഫഖാർ. അപ്പൊ ഇങ്ങനൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാവും. അപ്പൊ അവര് വലിയാണോ നല്ല ത്വരീഖത്തിന്റെ ശൈഖാണോ എന്ന് നോക്കുന്നത് അൽ കറാമത്തുൽ ഹഖീഖിയ്യത്തു ഹിയൽ ഇസ്തിഖാമ. അതാണ് യഥാർത്ഥ ഹഖീഖത്ത് കറാമത്ത്. അത് ജീവിതത്തിൽ കാണിച്ചു തന്ന മഹാനാണ് മഹാനായ ഖുത്ബുൽ ആലം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്ന ആദരവാണ് കറാമത്ത്. അങ്ങനെ ഒരു കറാമത്ത് ഇല്ല എന്ന് പാടെ നിഷേധിച്ചവരാണ് മുഅ്തസിലത്ത്. ആ മുഅ്തസിലത്തിന്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ വഹാബികള്, ഇന്നത്തെ ബിദ്അത്തുകാര്, ഇന്നത്തെ സകല പുത്തൻവാദികളും. മഹാനന്മാരുടെ കറാമത്തിനെ നിഷേധിക്കുന്ന, അങ്ങനെ ഒരു പാടെ നിഷേധിച്ചു കൊണ്ടുള്ളവരാണ് ഇത്തരം വിഭാഗങ്ങൾ. എന്നാൽ അവസാനം ഗത്യന്തരമില്ലാതെ അവരുടെ നേതാക്കന്മാര് തന്നെ അറിയാതെ പറഞ്ഞു വെച്ച, നിർവാഹമില്ലാതെ പറഞ്ഞു വെച്ച ഒരുപാട് കറാമത്തുകളുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് നമ്മുടെ ആലിമീങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ കറാമത്തുണ്ടാകുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ അവർ പറഞ്ഞു കറാമത്തൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാവൂല. ഒരു പറയാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആൺകുട്ടിനെ വേണമെന്ന് ശൈഖുനാന്റെ അടുത്ത് ഒരാൾ ഒന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതാ 4 തവണ ഗർഭം അലസിപ്പോയി എന്നിട്ട് പറയാൻ അലസൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആൺകുട്ടിയെ തന്നു, അല്ലെങ്കിൽ 3 മക്കളെ നിങ്ങൾക്ക് തന്നു എന്നങ്ങോട്ട് പറയാൻ. ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരില് അള്ളാഹു കൊടുക്കൂല. അവർ പറയാൻ അവർ ഇച്ഛിക്കുന്നതിനനുസരിച്ച് കൊടുക്കുകയില്ല.